തിരുവനന്തപുരത്ത് അരുവിക്കര നമുക്കറിയാം ജി കാർത്തികേയൻ പ്രതിനിധീകരിച്ച, തുടർന്ന് മകൻ ശബരിനാഥൻ പ്രതിനിധീകരിച്ച, അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്ത മണ്ഡലമാണ് അരുവിക്കര. ജി സ്റ്റീഫൻ ആണ് ഇപ്പോ അരുവിക്കരയിലെ MLA. ഇനി സ്റ്റീഫന്റെ റേറ്റിംഗ് നമ്മൾ അറിയേണ്ടതുണ്ട്. ജി സ്റ്റീഫൻ എത്ര മാർക്ക്? 54.72. പോരാ, 54.7 ആവറേജ് ആണ്. ആവറേജ് പെർഫോമൻസ്. ജസ്റ്റ് പാസ്. അതെ, 50% മുകളിൽ കിട്ടി. 50% മുകളിൽ കിട്ടി. ആവറേജ് പെർഫോമൻസ്, ഗുഡോ അല്ല വെരി ഗുഡ് പെർഫോമൻസ് എന്ന് പറയാൻ തക്കില്ല. ഫസ്റ്റ് ടൈം MLA ആണ്. പിടിച്ചെടുത്ത മണ്ഡലമാണ് അരുവിക്കര. അപ്പോ അരുവിക്കരയിലെ ജി സ്റ്റീഫന്റെ മാർക്ക് എന്ന് പറയുന്നത് 54.72 ആണ്. ഇനി 91 ശേഷം അവിടെ ഒരു LDF MLA, അത് പഴയ ആര്യനാട്, അതാണ് അരുവിക്കര മണ്ഡലമായി മാറിയത്. അവിടെ ഒരു MLA വന്നു. പക്ഷെ ആ MLAയുടെ പ്രവർത്തനം അത്ര പോരാ എന്നുള്ളതാണ് നിലവിൽ കോർ നടത്തിയ സർവേയിൽ വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി നോക്കാം. എന്താണ് അരുവിക്കരയിൽ എന്ത് സംഭവിക്കുന്നു? UDF ലീഡ് 45.83. സർപ്രൈസിംഗ്. LDF 41.84, NDA 12.33. 3.99%, 4% വ്യത്യാസത്തിന് UDF തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിൽ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കോർ നൽകുന്ന സൂചന. അതായത് തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ തവണ അക്ഷരാർത്ഥത്തിൽ കോവളമൊഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും വലിയ ആധികാരികമായ വിജയം, തൂത്തുവാരിയ വിജയം LDF നേടിയിരുന്നു. ഇത്തവണയും തിരുവനന്തപുരത്ത് അതിന്റെ റിപ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് LDF. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആദ്യത്തെ ഫല സൂചന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡിന്റെ സൂചന UDF അനുകൂലമാണ്. രാജീവ് സാർ പറഞ്ഞുകൊണ്ട് തന്നെ അരുവിക്കര ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ മറികടക്കണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MLAയുടെ പെർഫോമൻസ് ഒരു 70 ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ MLAക്ക് കിട്ടുന്ന പേഴ്സണൽ വോട്ടിലൂടെ ഇപ്പൊ നോക്കുമ്പോൾ MLAയുടെ പെർഫോമൻസ് ബിലോ ഒരു 60 താഴെയാണ്. MLAക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, പൊക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിജയത്തിലേക്ക് സാധ്യത UDF കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ സ്റ്റീഫന് കഴിയുന്നില്ലെന്നാണോ? അല്ല, കഴിഞ്ഞ തവണ അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആദ്യമായി മത്സരിച്ച് MLA ആയതിന്റെ ഒരു പ്രകടനം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ അവർക്ക് ഓക്കെ എന്ന് പറയുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. അപ്പൊ അത് MLAയുടെ പെർഫോമൻസ് ഒരുപക്ഷെ ബെറ്റർ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന UDFന്റെ ഈ ചെറിയ മുൻതൂക്കം അത് മറികടക്കാമായിരുന്നു. ഇപ്പോൾ ഈ മുൻതൂക്കം കിട്ടുന്നതിൽ കാരണങ്ങളൊന്നും MLA പെർഫോമൻസ് പോരാഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. 2 സിറ്റിംഗ് സീറ്റുകൾ ഇപ്പോൾ LDF പിറകിൽ നിൽക്കുന്നതായ ഒരു സൂചന. റാന്നിയിലും അതുപോലെ തന്നെ അരുവിക്കരയിലും LDFന് ആ സീറ്റുകൾ അരുവിക്കരയും വളരെ ചെറിയ മാർജിൻ, 5000-ൽ പരം വോട്ടുകൾക്ക് മാത്രം. നമ്മുടെ 5% താഴെയുള്ള മാറ്റം. അതെ, 3.99 എന്ന് പറയുന്നത് നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളൂ. അതായത് എന്തായാലും റാന്നിക്ക് പിറകെ അരുവിക്കരയിലും UDFനാണ് മുൻതൂക്കം. ഇതൊരു ദിശാസൂചകമാണോ? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഒരു ട്രെൻഡിന്റെ വിദൂരമായ സൂചനയാണോ